പാലക്കാട് ഈ നഗരസഭാ നൈപുണ്യ കേന്ദ്രത്തിന് ഭിന്നശേഷിക്കാരുടെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിടാൻ നഗരസഭ തീരുമാനിക്കുന്നു. പിന്നാലെ ഉണ്ടായ ആ ഒരു വലിയ സംഘർഷങ്ങളൊക്കെ ആയിരുന്നു. ആ സംഘർഷങ്ങൾക്കൊന്നും ഒരു അയവുമില്ല. ഇന്നലെ നമ്മൾ വമ്പൻ സംഘർഷമൊക്കെ കണ്ടതാണ് വൈകുന്നേരം നടന്നത്. അപ്പോൾ ഈ ഒരു ഏറ്റുമുട്ടലിന് പിന്നാലെ BJP യൂത്ത് കോൺഗ്രസ് ഏറ്റുമുട്ടലിനൊക്കെ പിന്നാലെ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ 16 പേർക്കെതിരെയും BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എന്നിവർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. BJP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന് യൂത്ത് കോൺഗ്രസിലെ 19 നേതാക്കൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പോലീസ് നടപടിയെന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി വിശദീകരിക്കും നമുക്കൊപ്പം. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ വലിയ പ്രതിഷേധമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ റോഡിൽ കുത്തിയിരുന്നുള്ള ഉപരോധവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ പോയി യൂത്ത് കോൺഗ്രസും BJPയും. ഇപ്പോൾ പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ്? സതിലക്ഷ്മി, ഇന്നലെ ഒരു പകൽ മുഴുവൻ നീണ്ട സംഘർഷം എന്ന് തന്നെ പറയാം. രാവിലെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തുകയും വൈകുന്നേരം യൂത്ത് കോൺഗ്രസ് BJP ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഈ സംഘർഷങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ സംഭവത്തിൽ BJP ജില്ലാ പ്രസിഡന്റ്, പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉൾപ്പെടെ 16 പേർക്കെതിരെയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വൈകുന്നേരം ഉണ്ടായ BJP ഓഫീസിലേക്കുള്ള മാർച്ചിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് ഉൾപ്പെടെ ജയഘോഷിനെതിരെയും അതോടൊപ്പം കണ്ടാലറിയുന്ന 19 പേർക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത്. ഇവർക്കെതിരെയെല്ലാം തന്നെ ഒന്ന് ജയഘോഷിനെതിരെയുള്ള കേസ് എന്ന് പറയുന്നത് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു, അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമായി സംഘം ചേർന്നു തുടങ്ങിയ വകുപ്പുകളാണ്. അതോടൊപ്പം പ്രശാന്ത് ശിവനെതിരെ നിയമവിരുദ്ധമായി സംഘം ചേർന്നു തുടങ്ങിയ വകുപ്പുകളാണ്. റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇന്നലെ രാത്രി ഉണ്ടായ പ്രശ്നമാണ്. അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് BJP പ്രവർത്തകർ, ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള കൊലവിളി പ്രസംഗത്തിൽ ഇതുവരെയും പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. അതിനകത്ത് കേസെടുത്തില്ലെങ്കിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും എല്ലാം തന്നെ തീരുമാനം. കഴിഞ്ഞ ദിവസം, ആദ്യത്തെ ദിവസം ഉണ്ടായിട്ടുള്ള സംഘർഷത്തിൽ ഇതിൽ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തോതിലുള്ള ഭീഷണി പ്രസംഗങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ സംഭവത്തിലും പോലീസ് കേസെടുത്തിട്ടില്ല. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഈ കൊലവിളി പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുക്കാൻ മടിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം ഉണ്ടാകും. 9 മണിക്ക് പ്രശാന്ത് ശിവൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. CPMൻ്റെയും പ്രതികരണമുണ്ട്. എന്തായാലും ഈ വിഷയം വളരെ സജീവമായി തന്നെ നിൽക്കുകയാണ്. ഇതിൽ വിവാദം തുടരുകയാണ്. ഓക്കെ പ്രസാദ്, വ്യക്തമാണ്. അപ്പോൾ പാലക്കാട്ടെ ഈ സംഘർഷം അത് അവസാനിക്കുന്നില്ല. ഇനിയിപ്പോൾ നേതാക്കളുടെയൊക്കെ പ്രതികരണം വരുന്ന സമയമെന്നാണ് പ്രസാദിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പ്രശാന്ത് ശിവന്റെയും ഒക്കെ പ്രതികരണങ്ങൾ, മറ്റ് കാര്യങ്ങൾ. അപ്പോൾ ഇത് ഇനിയും തുടരും എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്.